So, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ നമുക്ക് ആദ്യം US മാർക്കറ്റിലെ ഒരു ട്രേഡിംഗ് നോക്കാം. അതായത് US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഡൗ ജോൺസ് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ S&P 500 0.24% ഇടിവ് രേഖപ്പെടുത്തി. നാസ്ഡാക്കിൽ 0.67% ഇടിവാണ് ഇന്നലത്തെ US മാർക്കറ്റിലെ ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ US മാർക്കറ്റിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് അതിന്റെ ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള 45,200 പോയിന്റ് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താം. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ 45,200 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതേസമയം നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 44,400 പോയിന്റ്സ് ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ഹെവി ആയിട്ടുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 22,800 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ടെക്നോളജി സ്റ്റോക്സിൽ ഒരേ ഒരു സ്റ്റോക്സിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ആപ്പിൾ കമ്പ്യൂട്ടർ. സർ, കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ പോസിറ്റീവായ ഒരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് നോക്കുമ്പോഴും ബ്രെൻഡിൽ 0.29% നേട്ടമുണ്ട്. കൂടാതെ WTI ക്രൂഡിൽ നമുക്ക് ഇന്ന് ഏകദേശം 0.5% അടുത്ത് നിൽക്കുന്ന ഒരു നേട്ടമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷനും ഒപ്പം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് $61-62 ഈ ഒരു റേഞ്ചിൽ ഒരു നേരിയ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ഇതൊരു ബൈയിങ് അവസരമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഈ ഒരു സ്റ്റോക്ക് കമോഡിറ്റിയിൽ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് $64 മുതൽ $65 വരെ ആയിരിക്കും. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ 1% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ ഒരു നേരിയ തോതിലൊക്കെ ഒരു ഇടിവാണ് ഇപ്പോൾ ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് നേരിയ ഒരു വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ $3,347 ലെവൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് തുടർച്ചയായ ഒരു 5-ാം ദിവസവും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല 25,000 എന്നൊരു നില തിരികെ പിടിച്ചുകൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ നിഫ്റ്റി 50 ഉണ്ടായിരുന്നത്. 25,050 എന്നൊരു നിലയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻട്രാഡേ ഹൈ നോക്കുമ്പോൾ 25,088 എന്നൊരു നില ഇൻട്രാഡേ ഹൈയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി 50യിൽ താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവലുകൾ ഇപ്പോൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും നമുക്ക് കഴിഞ്ഞ 1.5 മാസമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് ഇപ്പോൾ ന്യൂട്രലൈസ് ചെയ്തു പോയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ഇന്നും നാളെയും നിഫ്റ്റി 50 ഇൻഡെക്സ് 25,000 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സാർ, നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തത്. 166 പോയിന്റ് ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. 55,698 എന്നൊരു നിലയിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് അഗെയിൻ ബെയറിഷിൽ നിന്നും സൈഡ് വേസായി മാറിയിട്ടുണ്ട്. വരും സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 56,450 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, നമുക്ക് സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഓഹരി രേഖപ്പെടുത്തിയ ഒരു നേട്ടമെന്ന് പറയുന്നത് 1% മുകളിലേക്ക് ഒരു നേട്ടമായിരുന്നു. 30 രൂപ എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ഓഹരി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഹരിയുടെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു 2 മാസവും ഈ ഒരു മാസവും നോക്കുമ്പോൾ നേരിയ തോതിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്?
സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. ബട്ട് കഴിഞ്ഞ 2-3 സെഷൻസിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 30 രൂപ 65 പൈസ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. സാറിന് ഈ റെയിൽവേ സെക്ടറിൽ നിന്നുള്ള RVNL വ്യൂ ആണ് അറിയേണ്ടത്. RVNL ഇന്നലെ നോക്കുമ്പോൾ ഏകദേശം 1% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 330 ലാസ്റ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു വീക്ക്ലി ട്രേഡ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളൊക്കെ തന്നെ ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ ഓഹരി ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. RVNL താങ്കളുടെ ഒരു വ്യൂവും ഒപ്പം താങ്കൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും റെയിൽവേ ഓഹരികൾ ഇപ്പോഴുണ്ടോ? നമ്മൾ റെയിൽവേ എസ്പെഷ്യലി RVNL നോക്കുന്ന സമയത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിന് 318 319 ഈ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുക എന്ന് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 317 രൂപയിൽ നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസിൽ 340 മുതൽ 360 രൂപ വരെ ആയിരിക്കും. സോ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. മറ്റൊരു റെയിൽവേ സ്റ്റോക്സിലും ഇന്നത്തെ മാർക്കറ്റിൽ ഒരു പുതിയ അവസരം കാണാൻ സാധിക്കുന്നില്ല. സാറിന് ഈ സജിലിറ്റി ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.8% ഇടിവാണ് ഇന്നലത്തെ ഒരു ട്രേഡിംഗിൽ ഓഹരിയിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. നിലവിൽ 44 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞൊരു 2024 നവംബറിലായിരുന്നു ഓഹരിയിൽ ഒരു ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. ഏതായാലും അതിനുശേഷം ആദ്യത്തെ ഒരു 2 മാസമൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ മുന്നേറ്റം രേഖപ്പെടുത്താതെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സജിലിറ്റിയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? ഈ സജിലിറ്റിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 49 രൂപയായിരിക്കും. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. സാർ, അടുത്ത ഓഹരി എന്ന് പറയുന്നത് CMS ഇൻഫോ സിസ്റ്റംസ് ആണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ 1% നേട്ടമായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയത്. 448 എന്നൊരു പ്രൈസിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈ ഒക്ടോബർ 2024 രേഖപ്പെടുത്തിയിരുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം 25% ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. CMSൽ താങ്കളുടെ ടേക്ക് എന്താണ്? CMSന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. സോ ഈ സ്റ്റോക്കിൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 460 475 ഈ റേഞ്ചിലായിരിക്കും മേജർ റെസിസ്റ്റൻസ്. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ, അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വെൽസ്പൺ ആണ്. വെൽസ്പണെ സംബന്ധിച്ച് നോക്കുമ്പോൾ 0.72% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 872 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾ ടൈം ഹൈയുടെ നിയർ അടുത്തായിട്ട് തന്നെയുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെൽസ്പണിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? വിഷ്ണു, വെൽസ്പണിന്റെ ഏത് സ്റ്റോക്കിനെ കുറിച്ച് ചോദിക്കുന്നത് എന്ന് പറയാമോ? വെൽസ്പൺ കോർപ്പറേഷൻ. സോ വെൽസ്പൺ കോർപ്പറേഷന്റെ കേസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ ഒരു 5-8 മാസത്തിനിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 840 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 925 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. സാറിനെ അറിയേണ്ടത് ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിനെ കുറിച്ചാണ്. 1.7% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 464 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഏപ്രിൽ മാസം നോക്കുമ്പോൾ സ്റ്റോക്കിലൊരു നേട്ടം രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ അതിനുശേഷമുള്ള മാസങ്ങളിൽ നേരിയ ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ജന സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? ജന സ്മോൾ ഫൈനാൻസ് ബാങ്ക് വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമ്മൾ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 485 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. കറന്റ്ലി ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 445 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
സാർ നമ്മുടെ ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് ഇന്നലെ രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ നമുക്ക് 1.58% നേട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2041 എന്നുള്ളൊരു പ്രൈസാണ് നമുക്ക് ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി ഗോദ്രേജ് പ്രോപ്പർട്ടിയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലും നമുക്ക് ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. 2100, 2200 ഈ ഒരു റേഞ്ചിലായിരിക്കും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ സ്ഥിരീകരിക്കണമെങ്കിൽ 2320 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സാർ നമുക്കിനി അടുത്ത ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് PGEL ആണ്. PGELനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 0.68% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 536 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? PG ഇലക്ട്രോപ്ലാസ്റ്റിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ഈ സ്റ്റോക്ക് ഈ മാസം വലിയൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നേരിട്ടത്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഈ റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ്. കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മുടെ ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അമരരാജയാണ്. അമരരാജയെ സംബന്ധിച്ച് നോക്കുമ്പോൾ 0.23% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 988 സ്റ്റോക്കിൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാതെ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. അമരരാജയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അമരരാജയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 900 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ബട്ട് വരും സെഷനിൽ 1060 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് വിംത ലാബ്സ് ആണ്. വിംത ലാബ്സ് നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങിൽ 6% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 707 എന്നാണ് ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മന്ത് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള ഒരു വോളിയം ട്രേഡിങ്ങും ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ മാസം നടന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വിംത ലാബിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ മാസം നമുക്ക് അത്രയും വലിയ നേട്ടം കിട്ടിയതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ ആയിരുന്നു നടന്നു വന്നത്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. ബട്ട് ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്സൈഡ് കാണണമെങ്കിൽ 743 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 640 സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാർ അടുത്ത സ്റ്റോക്ക് അവലോൺ ടെക്നോളജീസ് ആണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ 2% ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 845 എന്നുള്ളൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. അതിനുശേഷം സ്റ്റോക്കിന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ശേഷമുള്ള ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ സ്റ്റോക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഒരു അപ്സൈഡ് സ്റ്റോക്ക് എടുക്കുന്നതായിട്ടാണ് ആ ഇടിവിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അവലോൺ ടെക്നോളജിയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കറന്റ് ലെവൽസിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 780 രൂപയുടെ റെസ്റ്റ് സപ്പോർട്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നമ്മൾ ടെക്നോളജി സ്പേസിൽ നമ്മളൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നലെ ഇതേ ഫോറത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ദാറ്റ് ടെക്നോളജി ഇൻഡെക്സിന്റെ കേസിൽ എനിക്കൊരു അണ്ടർടോൺ ബെയറിഷിൽ നിന്നും ബുള്ളിഷായി മാറാൻ പോസിബിലിറ്റി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇന്നലെ IT ഇൻഡെക്സിന്റെ കേസിൽ ഓൾമോസ്റ്റ് ഒരു 2.5% നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. സോ നമ്മൾ ടെക്നോളജി സ്പേസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹെവി വെയ്റ്റ്സിൽ തൽക്കാലം ഫോക്കസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഹെവി വെയ്റ്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ടാറ്റ ടെക്നോളജി, TCSന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഇത് 2960 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യത്തില്ല. ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 3250, അതിനുശേഷം 3480, അതിനുശേഷം 3650 ആയിരിക്കും.
സോ ഈ ഒരു സ്റ്റോക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഫോക്കസിൽ കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ HCL ടെക്നോളജിയുടെ കേസിലും നല്ലൊരു സപ്പോർട്ട് ബേസ് ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 1430 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ഈ സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1540, പിന്നീട് 1600, അതിനുശേഷം 1680. സർ, അടുത്തൊരു സ്റ്റോക്ക് നമുക്ക് ചോദിക്കാനുള്ളത് എലൈറ്റ് കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു സ്റ്റോക്ക് BSEയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സ്റ്റോക്കിന്റെ 2 മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിൽ ഒരു കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും 5% നേട്ടം രേഖപ്പെടുത്തുന്ന രീതിയിൽ വലിയ രീതിയിലൊരു കുതിപ്പാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷനും ഒരു മാനിപ്പുലേഷൻ പോലെ എന്തെങ്കിലും താങ്കൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ടോ? വിഷ്ണു പറഞ്ഞത് വളരെ ശരിയാ. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോഴേക്കും മെയ് മാസത്തിന് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷൻസിലും ഈ സ്റ്റോക്ക് ഒരു അപ്പർ സർക്യൂട്ടിലാണ് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഐ തിങ്ക് ഇറ്റ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് സ്റ്റോക്ക് മാനിപ്പുലേഷൻ. ഇത്തരം സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. സാറിന് അടുത്ത നമ്മുടെ ഫോക്കസിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് കിർലോസ്കർ ആണ്. കിർലോസ്കറിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് കിർലോസ്കർ ബ്രദേഴ്സിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് 1% നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. 1969 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ്? കിർലോസ്കർ ബ്രദറിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം വലിയൊരു കറക്ഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഈ സ്റ്റോക്ക് നല്ലൊരു സപ്പോർട്ട് ബേസ് 1790 ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കൈവശം ഓൾ ദി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ. ഈ സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 2050. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. സാറിന് നമുക്ക് ഇൻഫോസിസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ 3% മുകളിൽ ഏകദേശം 4% അടുത്ത് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇൻഫോസിസ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 1496 നിലവിലത്തെ ഒരു പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഫോസിസിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷനും ഒപ്പം IT സൂചികയിലെ ഒരു വ്യൂ കൂടി താങ്കളൊന്ന് ഷെയർ ചെയ്യാമോ? സോ ഞാൻ നേരത്തെ IT ഇൻഡെക്സും TCS HCL ടെക്കിനെ കുറിച്ചൊരു വ്യൂ നൽകിയിരുന്നു. ഇൻഫോസിസിന്റെ കേസിലും വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഇന്റർമീഡിയറ്റിന് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ബോട്ടം കണ്ടു കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1410 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1540, പിന്നീട് 1580, അതിനുശേഷം 1690 ആയിരിക്കും. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. IT ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില റെസിസ്റ്റൻസ് ലെവൽസ്. ആദ്യം തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 37,200 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 38,400, വളരെ മേജർ റെസിസ്റ്റൻസ് 39,600 പോയിന്റിലും ആയിരിക്കും. 39,600 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാർ, നമുക്ക് അടുത്തൊരു വ്യൂ അറിയേണ്ടത് പ്രീകോളിനെ കുറിച്ചാണ്. പ്രീകോൾ നോക്കുമ്പോൾ 0.69% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. 448 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഏതായാലും ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? പ്രീകോൾ ഓട്ടോ കോമ്പണന്റ് കമ്പനിയാണ്. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിലും കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 485 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സാറിന് നമുക്ക് ചെന്നൈ പെട്രോളിയത്തിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ചെന്നൈ പെട്രോളിയം നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് 0.5% നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 659 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. ചെന്നൈ പെട്രോളിയത്തിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? ചെന്നൈ പെട്രോളിയത്തിന്റെ കേസിൽ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം വലിയൊരു കുതിപ്പായിരുന്നു കാണാൻ സാധിച്ചത്. എങ്കിലും ജൂലൈ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസുമായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 600 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല.
സാറിന് ഈ വിശാൽ മെഗാ മാർട്ടിന്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ 2% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ കണ്ടത്. 150 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഏതായാലും മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് തുടർച്ചയായ ഒരു 6 മാസവും ഇപ്പോൾ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസവും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വിശാൽ മെഗാ മാർട്ടിൽ താങ്കളുടെ ഒരു വ്യൂ ഇപ്പോൾ എന്താണ്? വിശാൽ മെഗാ മാർട്ട് ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ ഓൾ ടൈം ഹൈ. അറ്റ് ദ മൊമെന്റ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ 3 റെസിസ്റ്റൻസ് ലെവൽ ആദ്യം 154, 157, 159, അതിനുശേഷം 163. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇതിനോടൊപ്പം തന്നെ ഇന്നലെ ആക്ച്വലി കഴിഞ്ഞ ഒരു 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് വലിയൊരു നേട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഡിമാർട്ട്. ഡിമാർട്ടിന്റെ കേസിൽ വളരെ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേദാന്തയുടെ വ്യൂ ആണ് അറിയേണ്ടത്. വേദാന്ത നോക്കുമ്പോൾ 1% ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയായിട്ട് കാണുന്നത്. 444 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദാന്തയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്ന കാര്യമായൊരു ഇടിവോ കാര്യമായൊരു മുന്നേറ്റമോ ഇല്ലാതെ ഇപ്പോൾ ഒരു കൺസോൾട്ടേഷനാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 15% ഒരു ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. വേദാന്തയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? വേദാന്തയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ വളരെ മികച്ചതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഇനി നമുക്ക് ഓസ്വാൾ പമ്പിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നോക്കുമ്പോൾ നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഏകദേശം 1% അടുത്തൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. 852 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഏതായാലും ലിസ്റ്റിംഗ് ചെയ്തിട്ട് ഇപ്പോൾ അധികം നാളാകാത്ത ഒരു സ്റ്റോക്കാണ്. ഏതായാലും ലിസ്റ്റിംഗിന് ശേഷം ഓരോ മാസം നോക്കുമ്പോൾ നേട്ടമാണ് സ്റ്റോക്കിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ ഈ സ്റ്റോക്കിൽ ഇപ്പോൾ എന്താണ്? ഓസ്വാൾ പമ്പിന്റെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം നല്ലൊരു റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നത്. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നു. ബട്ട് ഈ ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 830 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് വിഷ്ണു കെമിക്കൽസ് ആണ്. ഇന്നലെ നോക്കുമ്പോൾ 2.72% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത്. 496 ഇപ്പോൾ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 450 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തൊരു സ്റ്റോക്ക് NRB ബിയറിംഗ് ആണ്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങിൽ 2% നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിരുന്നു. 297 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. NRBയിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണ്? NRBയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വൈസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 265 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 312 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും മൈഫിൻ്റെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുകയും ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടി തേടേണ്ടതാണ്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഷോയുമായി നിഖിലും സഫാനും ജോയിൻ ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്.